നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ കുടിശ്ശിക, ക്ഷാമബത്ത കുടിശ്ശിക, ലീവ് സറണ്ടർ എന്നിവ അടിയന്തരമായി അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 44ാമത് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. യോഗ എനിക്കായി സമൂഹത്തിനായി എന്ന സന്ദേശവുമായി ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴ സെന്ററിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഈ മാസം 22 നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പരന്ന വായനയിലൂടെ മാത്രമേ അപരവിദ്വേഷം മാറുകയുള്ളൂവെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡ്രസ് ബാങ്കിന് തുടക്കമായി. നിരാലംബരായ രോഗികൾ, അപകടത്തിൽപ്പെട്ട അടിയന്തര ഘട്ടത്തിലെത്തുന്നവർ എന്നിവർക്ക് ഡ്രസ് ബാങ്കിലെ വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് അധികൃതർ. നഗരസഭാധ്യക്ഷ KK ജയമ്മ ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ കുടിശ്ശിക, ക്ഷാമബത്ത കുടിശ്ശിക, ലീവ് സറണ്ടർ എന്നിവ അടിയന്തരമായി അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 44ാമത് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ കുടിശ്ശിക, ക്ഷാമബത്ത കുടിശ്ശിക, ലീവ് സറണ്ടർ എന്നിവ അടിയന്തരമായി അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 44ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം KSDB ചെയർമാൻ CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി അധ്യാപകർ സമരത്തിലാണ്. അവര് പണിമുടക്കി. ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി അധ്യാപകർ, കോളേജ് അധ്യാപകർ പണിമുടക്കുകയാണ്. ഡോക്ടർമാർ പണിമുടക്കുകയാണ്. നഴ്സുമാർ പണിമുടക്കുകയാണ്. റെയിൽവേ എഞ്ചിനീയർമാർ പണിമുടക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനത്തിലെ ഓഫീസർമാരും ജീവനക്കാരും പണിമുടക്കുകയാണ്. ഫ്രാൻസിൽ 54 ദിവസക്കാലമാണ് റെയിൽവേ ജീവനക്കാർ സമ്പൂർണ്ണമായി പണിമുടക്കിലേക്ക് വന്നത്. റെയിൽവേ സംവിധാനം പൂർണ്ണമായി സ്തംഭിച്ചു. സർക്കാർ ജീവനക്കാർ, അധ്യാപകർ എല്ലാവരും പണിമുടക്കി. ഫ്രാൻസിലെ ഗവൺമെന്റ് താഴെ പോകുമെന്നുള്ള സ്ഥിതിയായി. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G ഗോപകുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K സന്തോഷ് കുമാർ, സംസ്ഥാന പ്രസിഡന്റ് T സജികുമാർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ S വിനോദ് കുമാർ, സംസ്ഥാന സെക്രട്ടറി PD പ്രസാദ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ M നൌഷാദ്, G മണികണ്ഠൻ, KR കൃഷ്ണകുമാർ, PD കലേഷ്, P വേണുക്കുട്ടൻ, RS അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ ഉപാധ്യക്ഷൻ V അരുൺ രക്തസാക്ഷി പ്രമേയവും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം S മധു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ ട്രഷറർ KR രാജീവ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S ശ്രീജിത്ത് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി PH പ്രവീൺ കുമാർ നന്ദിയും പറഞ്ഞു. വെള്ളത്താൽ ചുറ്റപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ കുട്ടനാട്ടിലെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുട്ടനാട് റേഞ്ച് സർക്കിൾ ഓഫീസുകളിൽ സ്പീഡ് ബോട്ടുകൾ അനുവദിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യോഗ എനിക്കായി സമൂഹത്തിനായി എന്ന സന്ദേശവുമായി ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. യോഗ എനിക്കായി സമൂഹത്തിനായി എന്ന സന്ദേശവുമായി ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇപ്പം നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ്ങോ എല്ലാം കൂടുന്നത്, പക്ഷെ യോഗ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. വിത്തൗട്ട് ആ സ്ട്രെസ്സോ സ്ട്രെയിനോ ഇല്ലാണ്ട് തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും എല്ലാം കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഫിസിക്കൽ ഉള്ള സ്ട്രെങ്ത്തിന് അതിനുപരിയായിട്ട് നമ്മളുടെ ഒരു മെന്റലി നമ്മൾക്കൊരു സെന്ററിംഗ് എന്ന് പറയും, നമുക്കൊരു ക്ലാരിറ്റി, ഒരു മറ്റേ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതിനൊരു എബിലിറ്റി. അപ്പൊ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ്.
വനിതാ ശിശു ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ യോഗാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും യോഗ പതിവായി ചെയ്യുന്നത് സഹായകമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിത്യവും യോഗ ശീലമാക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർ പി പ്രതീക്ഷ, എ ജയ, കെ എ ബീന തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി എസ് ശ്യാമമോൾ ചടങ്ങിന് സ്വാഗതവും ആശുപത്രി ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനീഷ് നായർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണനെയും വി ജയറാമിനെയും ജില്ലാ പോലീസ് മേധാവി ആദരിച്ചു. തുടർന്ന് യോഗ, അനുസൃത ഭക്ഷണക്രമവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ആശുപത്രി ഡയറ്റീഷ്യൻ ജെസ്സി ക്ലാസ് നയിച്ചു. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ ഡാൻസും ചേർത്തല SH കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റോൾ പ്ലേയും നടത്തി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴ സെന്ററിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഈ മാസം 22-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കരാറുകാർ, എഞ്ചിനീയർമാർ, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രൊഫഷണലുകൾ, കമ്പനികൾ എന്നിവരുടെ സംഘടനയായ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ സെന്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഈ മാസം 22-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ സെൻറ്ററിൻ്റെ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ നാളെ വൈകുന്നേരം 7 മണിക്ക് ആലപ്പുഴ പൽമിറ മിൽഫോർഡ് ഹോട്ടലിൽ വെച്ച് നടത്തുകയാണ്. ആലപ്പുഴയുടെ പ്രിയങ്കരനായ MP ശ്രീ KC വേണുഗോപാൽ ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. BIയുടെ നിലവിലുള്ള ചെയർമാൻ ശ്രീ ബിജോയ്സ് K എബ്രഹാം ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന ചെയർമാൻ പ്രിയപ്പെട്ട എഞ്ചിനീയർ BIയുടെ സംസ്ഥാന ചെയർമാൻ PN സുരേഷ് ഇൻസ്റ്റലേഷൻ നടപടികൾക്ക് നേതൃത്വം നൽകുന്നതാണ്. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ആലപ്പുഴ പൽമിറ മിൽഫോർഡ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങ് KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ആലപ്പുഴ സെന്റർ ചെയർമാൻ ബിജോയ് K എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ PN സുരേഷ് നേതൃത്വം നൽകും. ഷൈൻ ജോസഫ്, സുമേഷ് ചന്ദ്രദാസൻ, ദീപക് ദിനേശൻ, രാജേഷ് ചക്രപാണി, PG ഗോപിനാഥ് എന്നിവരാണ് പുതിയ ഭാരവാഹികളായി ചുമതലയേൽക്കുന്നത്. ചടങ്ങിൽ 2024-25 വർഷം ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ സെന്റർ നടപ്പിലാക്കാൻ പോകുന്ന വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും നടക്കും. സംസ്ഥാനത്തെ 18 സെന്ററുകളിൽ നിന്നുള്ള അംഗങ്ങൾ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ സെന്റർ നിയുക്ത ചെയർമാൻ ഷൈൻ ജോസഫ്, സുമേഷ് ചന്ദ്രദാസൻ, ദീപക് ദിനേശൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പരന്ന വായനയിലൂടെ മാത്രമേ അപരവിദ്വേഷം മാറുകയുള്ളൂവെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ കലാപങ്ങളുടെയും വർഗീയതയുടെയും പ്രധാന കാരണം അപരവിദ്വേഷമാണ്. പരിചിതമില്ലാത്ത അവസ്ഥകളോടുള്ള മനുഷ്യസഹജമായ ഭീതിയാണ് അതിന് ആധാരം. വായനയിലൂടെ അപരവിദ്വേഷം ഇല്ലാതാകുമെന്നും എഴുത്തുകാരൻ ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. കഠിനമായ ജീവിത സാഹചര്യങ്ങളെ മനുഷ്യൻ നേരിട്ടതിൻ്റെ കഥയാണ് ആടുജീവിതത്തിലൂടെ താൻ പറയാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വായനാ ദിനാഘോഷത്തിൻ്റെയും വായന പക്ഷാചരണത്തിൻ്റെയും ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നിൽ നിന്നും വിഭിന്നമായ, തൻ്റെ ഭാഷ സംസാരിക്കാത്ത, തൻ്റെ വേഷം ധരിക്കാത്ത, തൻ്റെ ആഹാരം കഴിക്കാത്ത ഒരാളോടുള്ള മനുഷ്യൻ്റെ അപരിചിത്വമാണ് പുസ്തക വായന ഇല്ലാതാക്കുന്നത്. ജീവിതം ഭാവനാസമ്പന്നമാകാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും പുതിയ സ്വപ്നങ്ങൾ കാണാനുമായി വിദ്യാർത്ഥികൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വായനയ്ക്കായി നീക്കിവെക്കണമെന്നും ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. ഞാനും എൻ്റെ സൊസൈറ്റിയും ഞാൻ ജീവിക്കുന്ന സമൂഹവും സുരക്ഷിതമായിരിക്കുന്നു. അപരനായ ഒരാൾ വന്നാൽ അയാൾ എന്നെ ആക്രമിക്കാൻ വരുന്നവനാണ്, അവൻ എന്നെ കൊല്ലാൻ വരുന്നതാണ്
എൻ്റെ ഇടം കവരാൻ വരുന്നവരാണ് എന്നുള്ളൊരു ആദിമമായ ഭീതി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അപരിചിതരോട് ദേഷ്യമുണ്ടാവുകയും അവനെ ശത്രുവായി പ്രഖ്യാപിക്കാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതിനെ മറികടക്കാനുള്ള ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് പുസ്തകങ്ങളിലൂടെ, വായനയിലൂടെ അപരനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിലൂടെ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് സ്നേഹമാണ്, കാരുണ്യമാണ്, നന്മയാണ്, ദയയാണ്. അപരവിദ്വേഷങ്ങൾ ഇല്ലാതിരിക്കുക. അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് സംഘർഷങ്ങളും കലാപങ്ങളും ഒഴിഞ്ഞ് നമുക്ക് സാഹോദര്യത്തിൽ വസിക്കാൻ കഴിയുക. പുസ്തകവേദന നമുക്ക് മറ്റെന്ത് കൊണ്ടുതരുന്നു എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും മറ്റേത് കലയേക്കാൾ ഉപരിയായി ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ് പുസ്തക വായന എന്ന് നിങ്ങൾ ജില്ലാ ഭരണകൂടം, ലൈബ്രറി കൗൺസിൽ, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ സാക്ഷരതാ മിഷൻ, PN പണിക്കർ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ മാക്കീൽ ചടങ്ങിൽ അധ്യക്ഷനായി. എഴുത്തുകാരനും അധ്യാപകനുമായ ചുനക്കര ജനാർദ്ദനൻ നായരെ ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം G കൃഷ്ണകുമാർ ആദരിച്ചു. ചെങ്ങന്നൂർ RDO G നിർമ്മൽകുമാർ വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ വായിച്ചു വളർന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും. ചെങ്ങന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം, ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി T തിലകരാജ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കൊച്ചുറാണി മാത്യു, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് LP സത്യപ്രകാശ്, സെക്രട്ടറി B ഷാജിലാൽ, AEO സുരേന്ദ്രൻ പിള്ള, KK അരുണാദേവി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രഥമ സെക്രട്ടറിയായിരുന്ന IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയാണ് വിവിധ കലാസാഹിത്യ സാംസ്കാരിക പരിപാടികളോടെ വായന പക്ഷാചരണം ആചരിക്കുന്നത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡ്രസ് ബാങ്കിന് തുടക്കമായി. നിരാലംബരായ രോഗികൾ, അപകടത്തിൽപ്പെട്ട് അടിയന്തര ഘട്ടത്തിലെത്തുന്നവർ എന്നിവർക്ക് ഡ്രസ് ബാങ്കിലെ വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് അധികൃതർ അറിയിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡ്രസ് ബാങ്കിന് തുടക്കമായി. ആശുപത്രിയിലെത്തുന്ന നിരാലംബരായ രോഗികൾ, അപകടത്തിൽപ്പെട്ട് അടിയന്തര ഘട്ടത്തിലെത്തുന്നവർ തുടങ്ങിയവർക്ക് ഡ്രസ് ബാങ്കിലെ വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താം. ആശുപത്രിയിൽ കഴിയുന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരിൽ നിന്നും വസ്ത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ KK ജയമ്മ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AS കവിത, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ, ഡെപ്യൂട്ടി സൂപ്രണ്ട് K വേണുഗോപാൽ, RMO ഡോക്ടർ M ആശ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിലവിൽ കൂട്ടിരിപ്പുകാരും ജീവനക്കാരും സംഭാവന ചെയ്ത പുതിയ വസ്ത്രങ്ങളാണ് ബാങ്കിലുള്ളത്. പുതിയ വസ്ത്രങ്ങളും പുതുമ നഷ്ടപ്പെടാത്ത വൃത്തിയുള്ള അലക്കിത്തേച്ച വസ്ത്രങ്ങളും ബാങ്കിൽ സ്വീകരിക്കും. പുതിയ ഷർട്ട്, മുണ്ട്, നൈറ്റി എന്നിവയാണ് പ്രധാനമായും ഇവിടെ പരിഗണിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ കുടിശ്ശിക, ക്ഷാമബത്ത കുടിശ്ശിക, ലീവ് സറണ്ടർ എന്നിവ അടിയന്തരമായി അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 44ാമത് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. യോഗ എനിക്കായി സമൂഹത്തിനായി എന്ന സന്ദേശവുമായി ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴ സെന്ററിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഈ മാസം 22-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പരന്ന വായനയിലൂടെ മാത്രമേ അപരവിദ്വേഷം മാറുകയുള്ളൂവെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡ്രസ് ബാങ്കിന് തുടക്കമായി. നിരാലംബരായ രോഗികൾ, അപകടത്തിൽപ്പെട്ട അടിയന്തര ഘട്ടത്തിലെത്തുന്നവർ എന്നിവർക്ക് ഡ്രസ് ബാങ്കിലെ വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് അധികൃതർ. നഗരസഭാധ്യക്ഷ കെ ജയമ്മ ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.